എൻ്റെ പേര് സിഫി, സ്ഥലം ചാലക്കുടി. ഞാൻ 2022 ജൂലൈ 7-ാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. എനിക്ക് കൃപാസനത്തെപ്പറ്റി യാതൊരുവിധ അറിവുണ്ടായിരുന്നില്ല. എനിക്ക് വെല്ലുമിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ ഈ സ്ഥലത്തെപ്പറ്റി അറിയുന്നത്. ഞാനിവിടെ വന്നു. 6 നിയോഗങ്ങൾ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചിട്ടാണ് ഞാനിവിടുന്ന് പോയത്. എൻ്റെ ആദ്യത്തെ നിയോഗം, എനിക്ക് നന്നായിട്ട് ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് നല്ലൊരു കൊഴിച്ചിലായിരുന്നു. ഡോക്ടറെ കണ്ടപ്പോൾ തൈറോയ്ഡ് സംബന്ധമായ എന്തോ ഒരു പ്രശ്നമാണെന്നാണ് അറിഞ്ഞത്. പിന്നീട് എനിക്കൊരു സർജനെ കാണാനിടയായി. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ FNAC ചെയ്തു. അപ്പോഴാണ് അറിഞ്ഞത് എനിക്ക് പാപ്പിലറി കാസിനോമ തൈറോയിഡിൻ്റെ ഒരു അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോകണമെന്ന്. പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു. ദൈവം ക്രമീകരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ആദ്യം സെൻറ്റ് ജെയിംസിൽ ഡോക്ടറെ കണ്ടു. ആ ഡോക്ടർ എനിക്ക് ജൂബിലിയിലേക്ക് റെഫർ ചെയ്തു. എൻ്റെ മെഡിക്കൽ ചെക്കപ്പൊക്കെ ഡോക്ടർ പെട്ടെന്ന് കഴിച്ചു. സ്കാനിങ്ങിനൊക്കെ പെട്ടെന്ന് ചെയ്ത് ഡോക്ടർ എനിക്കൊരു സർജറിക്ക് ഡേറ്റ് പെട്ടെന്ന് തന്നെ കുറിച്ച് തരാണ്. ഇതൊക്കെ ഒരു മാസമാണ് നടക്കുന്നത്. സർജറിക്ക് വേഗം ഡേറ്റ് കുറിച്ച് തന്നു. എൻ്റെ സർജറി കഴിഞ്ഞു. സർജറി കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ണ് തുറന്നപ്പോൾ ഞാൻ ആദ്യം മനസ്സിലാക്കിയ കാര്യം, എനിക്ക് ശബ്ദം പൂർണ്ണമായി നഷ്ടപ്പെട്ടിരുന്നു. ശബ്ദമായിരുന്നു എൻ്റെ ഐഡൻറ്റിറ്റി. അത് പെട്ടെന്ന് പോയപ്പോൾ ഞാൻ ആകെ തളർന്നിരുന്നു. ഡോക്ടർ ശബ്ദമൊക്കെ തിരിച്ചു വരുമെന്ന് പറഞ്ഞാലും ഡോക്ടറുടെ വാക്കുകൾക്ക് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഞാൻ ചിരിച്ചാണ് എല്ലാം കേട്ടുകൊണ്ടിരുന്നത്. അതിനുശേഷം ഫുൾ ബോഡി ചെക്കപ്പിന് മുൻപ് തലേദിവസം ജൂലൈ തന്നെ, എല്ലാം ഈ ജൂലൈ തന്നെയാണ് നടക്കുന്നത്. ജൂലൈ 25 തലേദിവസം ഞാനിവിടെ വന്നു. അന്ന് എനിക്ക് ബഹുമാനപ്പെട്ട വികാരി ജോസഫ് അച്ഛനെ കാണാനായിട്ടൊരു അവസരം കിട്ടി. അച്ഛൻ്റെ ഇവിടെ വന്ന് അൾത്താരയിൽ അച്ഛൻ എൻ്റെ തലയിൽ വെച്ച് പ്രാർത്ഥിച്ചു. ഒരു കുഴപ്പമില്ല, എല്ലാം ശരിയാവും, സാക്ഷ്യം പറയാൻ തയ്യാറായിക്കോളുന്നു പറഞ്ഞിട്ടാണ് അച്ഛനെന്ന് തന്നെ വിട്ടത്. പിറ്റേ ദിവസം ഞാൻ അമൃതയിൽ സ്കാനിങ് ചെയ്യണ സമയത്ത് കാശ് രൂപം കയ്യിൽ വെച്ച് കണ്ണടച്ച് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്കിവിടെ വന്നത് സാക്ഷ്യം പറയണം, പൂർണ്ണ സൗഖ്യം നൽകണമെന്ന്. റിസൾട്ട് കിട്ടി. എനിക്ക് ഒരു കുഴപ്പമില്ല, എൻ്റെ ബോഡിയിൽ ഒരു പ്രസൻസും ഇല്ല. പരിശുദ്ധമ്മനെ പൂർണ്ണമായിട്ടും അനുഗ്രഹിച്ചു. പിന്നീട് ഞാൻ കൂടുതൽ തീക്ഷ്ണതായി തുടങ്ങി. ധ്യാനങ്ങൾ കാണുവാനും പിന്നെ അങ്ങനെ അടുത്തുള്ള അനാഥാലയത്തിൽ എന്നാൽ കഴിയുന്ന സഹായങ്ങൾ, എനിക്ക് ബ്രീത്തിങ് പ്രോബ്ലമൊക്കെ ഉണ്ടായിരുന്നു സർജറിക്ക് ശേഷം. അപ്പോൾ എനിക്ക് അവർക്ക് ചോറ് വാരി കൊടുക്കുക, അങ്ങനെ എന്നാൽ കഴിയുന്ന സഹായങ്ങൾ ഞാനും അപ്പച്ചനും കൂടി പോയി ചെയ്യുമായിരുന്നു. ഞാൻ ഒരു ദിവസം ചൊവ്വാഴ്ചയിൽ ധ്യാനം കൂടിയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്കൊരു ഛർദി, ഇന്നേ വരെ അങ്ങനെ ഒന്നും എനിക്കൊരു അടിവയറ്റിൽ നിന്ന് ഛർദ്ദിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, എനിക്ക് ശബ്ദം ഒരു കരകരപ്പ് പോലെ എനിക്ക് തോന്നി. അതെന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചു. ഞാൻ ഹസ്ബൻഡിന് ആംഗ്യത്തിലൂടെ ആയിരുന്ന ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ചെറിയൊരു ശബ്ദത്തോടെയെങ്കിലും ഞാൻ ഭർത്താവിനോട് വോയിസ് കോൾ ചെയ്തു. എത്രത്തോളം മനസ്സിലായി എന്ന് എനിക്കറിയില്ല. പക്ഷെ അന്നത്തെ ആ സന്തോഷത്തിൽ പതിയെ ഞാൻ ഡെയിലി തേൻ സേവിക്കുമായിരുന്നു, തേൻ കഴിക്കുമായിരുന്നു ഡെയിലി. പ്രാർത്ഥനയിൽ കൂടുതലും തീക്ഷ്ണമാവുമായിരുന്നു. അങ്ങനെ പതിയെ എൻ്റെ ശബ്ദം എനിക്ക് തിരിച്ചു കിട്ടി. എത്രത്തോളം ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ എത്രത്തോളം സന്തോഷം നിൽക്കണമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒക്കെ ഈ ഒരു മാസമാണ് നടക്കുന്നത്. അന്ന് 2022 ജൂലൈ 5-ാം തീയതി ഉടമ്പടി എടുത്തു. ആ മാസം തന്നെ എനിക്ക് ദൈവം ഇങ്ങനെയൊന്ന് ഉണ്ടെന്ന് അറിയിച്ചു തന്നു. ആ മാസം തന്നെ എൻ്റെ സർജറി കഴിഞ്ഞു. ആ മാസം തന്നെ ഞാൻ അറിയാണ് എനിക്കൊരു കുഴപ്പമില്ല എന്ന്. ആ ഒരു കുറച്ച് നാൾ പതിയെ എനിക്ക് ശബ്ദവും 2 മാസത്തിനുള്ളിൽ ശബ്ദവും കിടിച്ചിട്ടി. ഒരു കരകരപ്പാണെങ്കിൽ പോലും ഇപ്പോൾ എൻ്റെ നോർമൽ വോയിസാണ്. ദൈവത്തിനോട് ഒരുപാട് നന്ദി. എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതി. ഇപ്പോൾ എവിടെ പോയാലും ഞാൻ കാശ് രൂപം കൊണ്ടു നടക്കും. ഒരു വിശ്വാസമാണ്, എല്ലാം നടക്കുമെന്നൊരു വിശ്വാസം എനിക്കങ്ങനെ വന്നു തുടങ്ങി. എൻ്റെ 2ാമത്തെ നിയോഗം എന്ന് പറയുന്നത്, എൻ്റെ വെല്ലുമിച്ചിയുടെ മോൾക്ക് 5 വർഷമായിട്ട് മക്കളില്ലായിരുന്നു. അപ്പോൾ ചേച്ചിക്ക് അടിവയറ്റിൽ എന്നെ കാണാൻ ചേച്ചി സർജറി കഴിഞ്ഞപ്പോൾ വരുമ്പോൾ ഞാൻ അടിവയറ്റിൽ കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചെയ്ത് ചേച്ചി പ്രാർത്ഥിക്കുമായിരുന്നു. കഴിഞ്ഞ ഏപ്രിലിൽ എൻ്റെ ചേച്ചിക്ക് ഒരു പെൺകുഞ്ചിനെ നൽകി അനുഗ്രഹിച്ചു. ഇത്രയേറെ അനുഗ്രഹം നൽകിയതിനോർത്ത് പരിശുദ്ധ അമ്മയുടെ നാമം ഒരുപാട് നന്ദി പറയുന്നു. സാക്ഷ്യം പറയാൻ നേരം വൈകിയതിൽ ക്ഷമ ചോദിക്കുന്നു. കാരുണ്യ പ്രവർത്തനം മെയിനായിട്ടും ഞാൻ അനാഥാലയങ്ങളിലെ ശുശ്രൂഷയാണ് എനിക്ക് ആ സമയത്ത് ചെയ്യാൻ പറ്റിയത്, എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് കാരണം. പിന്നെ ക്രൈസ്തവനോട് മാത്രമല്ല ഞാൻ ദൈവത്തെ പ്രഘോഷിച്ചത്, ക്രൈസ്തവരോട് പോലും എൻ്റെ അനുഭവം ഞാൻ പങ്കുവെക്കാറുണ്ട്.